തന്നെയല്ലേ? ഞാനിവിടെ സുഖമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഉണ്ണിമധുരത്തിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് പേര് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ റീസെൻ്റ് ആയിട്ട് ഞാൻ ചെയ്ത റെസിപ്പികളിൽ ഇത്രയും റെസ്പോൺസ് കിട്ടിയിട്ടുള്ള റെസിപ്പി ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ ഈസി ആയതുകൊണ്ടായിരിക്കാം. പിന്നെ പഴക്കം മിക്കവാറും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ ഒരുപാട് ഫോട്ടോസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫേസ്ബുക്കിലും ഈവൻ മെയിൽ വഴിയായിട്ടും. അപ്പോൾ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. എന്താ ചേച്ചി ന്യൂഡിൽസ് ഇടാത്തേ, ഫ്രൈഡ് റൈസ് ഉണ്ടല്ലോ, ന്യൂഡിൽസ് എന്താ ഇടാത്തേ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ 100ാമത്തെ എപ്പിസോഡ് അടുത്തിരിക്കുകയാണ്. ഇതുവരെ ന്യൂഡിൽസ് ഇട്ടില്ല എന്ന് പറഞ്ഞൊരു നാണക്കേടല്ലേ. അപ്പോൾ അതെന്തായാലും അത് പരിഹരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ ഹക്ക നൂഡിൽസ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ചാലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പണ്ട് നിങ്ങൾ മൂന്ന് പേര് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഫേസ്ബുക്കിൽ ഞാൻ ചാലഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു 100 ദിവസത്തെ ചാലഞ്ചായിരുന്നു. ഒരു 100 ദിവസത്തിൽ 130 റെസിപ്പി കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മിട്ടുള്ള ഒരു ചാലഞ്ചായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ജൂലൈയിൽ അത് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ഞാൻ നാട്ടിൽ പോയ കാരണം എനിക്കത് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് അത് കാണിക്കാം. അത് 2 പേരാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്, പിന്നെ സനം എന്ന കുട്ടിയും പിന്നെ എൻ്റെ മാമയും. അപ്പോൾ ആദ്യം സനമാണത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിന്ന് സനം ചെയ്ത റെസിപ്പീസിൻ്റെ ഫോട്ടോസും അതുപോലെ തന്നെ അവളുടെ ഒരു ബൈറ്റും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് സനം. അതുപോലെ തന്നെ വൈകിയതിന് ഒരുപാട് സോറി. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാണ്ട് എങ്ങനെയാണ് വെജിറ്റബിൾ ഹാക്ക നൂഡിൽസ് ചെയ്യാം എന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ ഹാക്ക നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ആദ്യം റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആട്ട നൂഡിൽസ് ആണ്. ആട്ടയാണത്, അതായത് മൈദയല്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ ബാക്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റിൽ വീറ്റ് ഫ്ലോർ ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ സാധാരണ നൂഡിൽസ്, ഏത് നൂഡിൽസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ എന്താ പറയുക, ഹാക്ക നൂഡിൽസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ മാഗിയുടെ പോലെയുള്ള നൂഡിൽസ് ഇല്ലേ, അങ്ങനെയാണെങ്കിലും അല്ലെങ്കിൽ നീളത്തിലുള്ള നൂഡിൽസ് ഉണ്ടല്ലോ, അതുപോലെ ഈവൻ നമ്മുടെ സ്പാഗറ്റി പോലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന നൂഡിലനുസരിച്ച് നിങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ടാവും കറക്റ്റായിട്ട് എത്ര മിനിറ്റ് ബോയിൽ ചെയ്യണം, എത്ര മിനിറ്റ് വേവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്നാൽ പോലും ചിലപ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരാം. അപ്പോൾ ഇതിലിപ്പോൾ 4 മിനിറ്റാണ് പറയുന്നത്. പക്ഷേ 4 മിനിറ്റ് കൊണ്ട് എനിക്ക് എൻ്റെ ഒരു കറക്റ്റ് വേവ് കിട്ടുന്നില്ല. അതുകൊണ്ട് കുറച്ചും കൂടി സമയം നമുക്ക് വേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അത് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. ഇപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ കയ്യിൽ അവൈലബിൾ ഉള്ള വെജിറ്റബിൾ അനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സവാള എടുത്തിട്ടുണ്ട്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 2 കളറ് ക്യാപ്സിക്കംസ്, പിന്നെ എടുത്തിരിക്കുന്നത് കാബേജ്, പിന്നെ ബീൻസ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ മുളപ്പിച്ച പയറുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ബോങ് ചോയ് എന്ന് പറയുന്ന ചൈനീസ് ഇതുണ്ട്, അത് ഉപയോഗിക്കാം. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ അവൈലബിൾ ആണോ അതിനനുസരിച്ച്, അതായത് നമ്മൾ സാധാരണ കണ്ടിട്ടില്ലേ നൂഡിൽസിൽ എന്തൊക്കെ വേണം അങ്ങനത്തെ വെജിറ്റബിൾസ് ഉപയോഗിക്കാം. അപ്പം എൻ്റെ കയ്യിൽ ഇത്രയാണ് ഉള്ളത്, ഇതാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ഒക്കെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് വെക്കാം. വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നൂഡിൽസ് റെഡിയാക്കിയാൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന രീതി. കാരണം നൂഡിൽസിനെ അരിയുമ്പോൾ എപ്പോഴും നീളത്തിൽ നല്ല നൈസായിട്ട് വേണം നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ. ഓക്കെ, നൂഡിൽസ് കുക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം വെജിറ്റബിൾസ് അരിയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ ശ്രദ്ധ ഒന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നൂഡിൽസ് ഭയങ്കരമായിട്ടും കുഴഞ്ഞു പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് മാറ്റി വെക്കാൻ പറയാൻ കാരണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രഷ് ബീൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ നൈസാക്കിയിട്ട് ചരിച്ച് വളരെ നല്ല നേർമയോടുകൂടി അങ്ങ് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബീൻസ് അരിഞ്ഞിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കുക. ഞാൻ കുറച്ച് ബീൻസ് എടുക്കാറുള്ളൂ കേട്ടോ, എനിക്ക് ഒരുപാട് ബീൻസ് ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബീൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ കൂട്ടാം. ഇനി നമുക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ സവാള ആണ് എടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ തന്നെ നൈസാക്കിയിട്ട് അരിയാം, മാക്സിമം നൈസാക്കിയിട്ട് അരിയാൻ ശ്രമിക്കുക. സവാളയും അരിഞ്ഞിട്ടുണ്ട്, അതും നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കടായിലോട്ട് ഇടേണ്ട വെജിറ്റബിൾസ് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. അവസാനം ഇടേണ്ടത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇടാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ബീൻസും സവാളയൊക്കെ നമ്മൾ ആദ്യം ഇടേണ്ട വെജിറ്റബിൾസിൽ പെടുന്നതാണ്. അപ്പോൾ അത് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റ്. അപ്പോൾ ക്യാരറ്റ് എത്രയും നൈസാക്കി ചെയ്യാൻ പറ്റുന്ന അത്രയും നല്ലതാണ്. നമ്മുടെ നൂഡിൽസിൽ കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ പീൽ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ആണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ നൈസാക്കി മുറിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ക്യാരറ്റിൽ വരഞ്ഞു കൊടുക്കുക നമ്മളെ ക്യാരറ്റിനെ. ഓക്കെ, സൂക്ഷിക്കുക കത്തി കൊണ്ടൊക്കെ ചെയ്യുമ്പോൾ നല്ല ഇച്ചിരി ഡീപ്പായിട്ട് ആഴത്തിലൊന്ന് മൊത്തത്തിലിങ്ങ് വരഞ്ഞു കൊടുക്കുക. വളരെ അടുപ്പിച്ചങ്ങ് വരഞ്ഞു കൊടുക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ഒന്ന് പീൽ ചെയ്യുക. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നൈസായിട്ടുള്ള
നമുക്ക് കിട്ടും. എന്നിട്ട് പിന്നെ ഇതിന് പകുതി വെച്ച് അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വളരെ നൈസായിട്ടുള്ള എന്ത് കിട്ടും, ക്യാരറ്റ് നമുക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിട്ട് കിട്ടുന്നു മാത്രം. ഓക്കെ, അപ്പോൾ അത് മുഴുവനും ക്യാരറ്റ് ഇതേപോലെ പീൽ ചെയ്തതിന് ശേഷം നീളം കൂടുതലെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാഫ് ആക്കിയിട്ട് ഇതിനൊന്ന് മുറിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് മുഴുവനും ചെയ്യട്ടെ കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒരു ക്യാരറ്റ് മുഴുവനും എടുക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ അരിയുന്ന പോലെ അരിഞ്ഞിട്ട് നീളത്തിൽ വളരെ നൈസായിട്ട് കട്ട് ചെയ്താലും മതി. അതും പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പച്ചക്കറിയുടെ അളവൊക്കെ നിങ്ങൾ തീരുമാനിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് പച്ചക്കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂട്ടി കൊടുത്തോളൂ. അപ്പം ഞാനിപ്പോൾ ഒരു കുറച്ച് അത്യാവശ്യം ഉള്ള പച്ചക്കറി മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇത്രയായല്ലോ. ഇനി നമുക്ക് വേണ്ടത് അവസാനം ചേർക്കേണ്ട പച്ചക്കറികളാണ്. അതായത് കാബേജും കാപ്സിക്കമാണ് ഞാൻ അവസാനം ചേർത്ത് കൊടുക്കാൻ പോണത്. അത് ഇതേപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞു വയ്ക്കാം. വളരെ നൈസാക്കിയിട്ട് കാബേജ് അരിഞ്ഞു കൊടുക്കാം. ഇത് നമുക്ക് അരിഞ്ഞിട്ട് മാറ്റി വയ്ക്കാം. ഇതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 2 തരം, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പച്ച കളർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പച്ച കളർ എടുത്താലും മതി കേട്ടോ. ഞാൻ ഇതിൽ കളർഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ 2 തരം ക്യാപ്സിക്കം എടുത്തിരിക്കുന്നത്. അതും വളരെ നൈസായിട്ട് തീപ്പെട്ടിക്കോല് പോലെ നമ്മൾ വളരെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ പച്ച മാത്രമാണെങ്കിൽ പച്ച ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇതിടുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ നൂഡിൽസിന് കിട്ടുക. പിന്നെ മുളപ്പിച്ച പയർ എൻ്റെ അടുത്ത് ഇല്ല, അതുകൊണ്ട് ഞാൻ മുളപ്പിച്ച പയർ ഇന്ന് ചേർക്കുന്നില്ല. ഞാൻ സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ മുളപ്പിച്ച പയർ ഇടാറുണ്ട്. അപ്പോൾ അത് വളരെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. മുളപ്പിച്ച പയർ ഡെയിലി നമ്മളെ ഡയറ്റിലേക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ചേച്ചി പയർ മുളപ്പിക്കുകയെന്ന്. ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, പക്ഷെ അറിയാത്തവരുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം തീർച്ചയായിട്ടും. ഇതേപോലെ നീളത്തിൽ നമ്മുടെ ഇതും അരിയാം. ഓക്കെ, ക്യാപ്സിക്കം അരിഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അരിയേണ്ടത് എന്താ, സ്പ്രിംഗ് ഓണിയൻ. സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് നമുക്ക് ആദ്യം സവാള വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഗ്രീൻ നമുക്ക് അവസാനം നമുക്കത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇത് ഇതേപോലെ തന്നെ വളരെ കുഞ്ഞാക്കി നുറുക്കുക. സവാളയുടെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കും. പിന്നെ ഇത് ഗാർണിഷ് ചെയ്യാനുള്ള പച്ച ഇതേപോലെ ചെറുതാക്കി നുറുക്കി മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിപ്പോൾ 2 ചെറിയ വെളുത്തുള്ളി എടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. വെളുത്തുള്ളി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ചിലർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാറുണ്ട്. ഞാനിതിൽ ഇഞ്ചി ചേർക്കാറില്ല. അപ്പോൾ വെളുത്തുള്ളി 1-2 കഷ്ണം വളരെ നൈസാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല. ഒരു 1/2 ടീസ്പൂണൊക്കെ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും മതി. ഞാനിപ്പോൾ അരിഞ്ഞെടുക്കുന്നത് മാത്രം. ഇപ്പോൾ 2 ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് വളരെ നൈസാക്കിയിട്ട് അങ്ങ് അരിയാം. അത് ആദ്യം നമുക്ക് വഴറ്റിയെടുക്കേണ്ടതാണ്. വെളുത്തുള്ളി പേസ്റ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട പച്ചക്കറികളൊക്കെ നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂഡിൽസ് ബോയിൽ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, നമ്മൾ നൂഡിൽസ് കുക്ക് ചെയ്യാൻ തുടങ്ങാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുക്കുക, അതിലേക്ക് നിറയെ വെള്ളം വെക്കുക. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നൂഡിൽസ് കുക്ക് ചെയ്യുമ്പോൾ നിറയെ വെള്ളത്തിൽ വേണം കുക്ക് ചെയ്യാൻ. അതിൽ കുറച്ച് വെള്ളത്തിൽ മാത്രം 1-2 ഗ്ലാസ് വെള്ളത്തിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൂഡിൽസ് എല്ലാം ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ട് ശരിയായ രീതിയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കുക. ഇത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒലിവ് ഓയിലോ സാധാരണ സൺഫ്ലവർ ഓയിലോ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒരിക്കലും ഒഴിക്കാൻ പാടില്ല. ചൈനീസ് ഐറ്റംസിലൊക്കെ എപ്പോഴും എള്ളെണ്ണയാണ് ഉപയോഗിക്കാറ്, നല്ലെണ്ണ, സെസ്മി സീഡ് ഓയിൽ. അപ്പോൾ അതാണെങ്കിൽ അത് ഉപയോഗിക്കുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഒലിവ് ഓയിൽ ആയതുകൊണ്ട് ഒലിവ് ഓയിലാണ് എടുത്തിരിക്കുന്നത് മാത്രം. ഇത് നന്നായിട്ട് അങ്ങ് തിളയ്ക്കട്ടെ. നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഇച്ചിരി ഒന്ന് മുന്നിട്ട് നിന്നോട്ടെ. നമ്മൾ ബിരിയാണിയിൽ പറയില്ലേ, അതുപോലെ ഇച്ചിരി ഒന്ന് മുന്നിട്ട് നിൽക്കട്ടെ. ഞാൻ മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കട്ടെ. എന്തായാലും നമ്മൾ ഊറ്റിക്കളയാനുള്ളതാണ്. എന്നാൽ പോലും ഇനി നമുക്ക് ഇതിലോട്ട് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 150 ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ പകുതി ഇങ്ങനെ മുറിച്ചിട്ട് ഇടുന്നുണ്ട്, ഒരുപാട് ലോങ് ആയിട്ട് വരണ്ടാന്ന് വെച്ചിട്ട്. അപ്പോൾ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ അല്ലെങ്കിൽ മൊത്തത്തിൽ നീളത്തിൽ ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചെയ്യുക. പിന്നെ ഇത് ഈ പാക്കറ്റിൻ്റെ പുറകിൽ എഴുതിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് വായിക്കുക. അതായത് ഓരോ നൂഡിൽസിനും വേവുന്ന അളവ് വ്യത്യാസം ഉണ്ടാവും. പിന്നെ എപ്പോഴും നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കരമായിട്ട് വേവിക്കാൻ പാടില്ല. അതായത് ഒരു 90% ഒക്കെ വെന്താൽ മതി. എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടി പിടിച്ചിരിക്കും. പിന്നെ എനിക്ക് പക്ഷേ അങ്ങനെ വേവാത്ത നൂഡിൽസിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ ഇതിപ്പം ഗോതമ്പിൻ്റെ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. സാധാരണ പിള്ളേർ നാട്ടിൽ പോകുമ്പോഴാണ് നൂഡിൽസ് ഒക്കെ കഴിക്കുക.
അതായത് നമ്മുടെ എന്താണ് നോറിൻ്റെ സൂപ്പി നൂഡിൽസ് ഇല്ലേ, ആ പരസ്യം വന്നതിന് ശേഷം അത് കാണുമ്പോൾ എന്തോ അവർക്കൊരു ആഗ്രഹം. അപ്പോൾ വല്ലപ്പോഴും ഇതേപോലെ നാട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചിക്കൻ നൂഡിൽസ് വേണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസിൻ്റെ കൂട്ടത്തിൽ കൂടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പ്രോൺസ് എന്തായാലും. അപ്പോൾ ചിക്കൻ വേവിക്കുമ്പോൾ കുരുമുളകും ഉപ്പിട്ട് വേവിച്ച് മാറ്റി വെക്കുക. അതേപോലെ തന്നെ പ്രോൺസ് ആണെങ്കിലും പിന്നെ ഇതിലോട്ട് നമ്മൾ വെജിറ്റബിൾസ് വഴറ്റുന്ന കൂട്ടത്തിൽ കൂടെ ചിക്കനോ പ്രോൺസോ എന്താണെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. ബാക്കിയൊക്കെ സെയിം പ്രൊസീജിയറാണ് കേട്ടോ. അപ്പോൾ ഇത് കിടന്ന് വേവട്ടെ. അപ്പോൾ ഇടയ്ക്ക് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഒരു ഞാൻ പറഞ്ഞില്ലേ 90-95% വേവ് ആകുമ്പോൾ നമുക്കിത് ഊറ്റി മാറ്റി വെക്കണം. ഹാക്ക നൂഡിൽസ് പറയുമ്പോൾ കുറച്ച് തിക്നെസ് കൂടുതലായിരിക്കും, മറ്റേത് കുറച്ചും കൂടെ തിന്നായിരിക്കും. അതാണ് ചേഞ്ച്. അപ്പോൾ ഇങ്ങനെ വേവാറാവുമ്പോൾ ഇതൊക്കെ വിട്ട് വിട്ട് എല്ലാം തനിയെ നൂല് പോലെ വരാൻ തുടങ്ങും. അപ്പോൾ ഇതൊരു പകുതി വെന്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടെ ആവാനുണ്ട് നമുക്കിത്. എനിക്കൊക്കെ കുട്ടിക്കാലത്ത് നൂഡിൽസ് എന്ന് പറയുമ്പോൾ പേടിയായിരുന്നു. എന്താണെന്നറിയാമോ, ഞാനൊരു ഗ്രാമത്തിൽ വളർന്നൊരു ആളാണ്. അപ്പോൾ ഈ നൂഡിൽസ് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ ടെൻഷനാണ്. കാരണം ഈ നമ്മൾ പറയുന്നില്ലേ ടേബിൾ മാനേഴ്സ് എന്നൊക്കെ പറയുന്ന സംഭവം, എനിക്ക് സ്പൂണും ഫോർക്കും വെച്ച് കഴിക്കാനൊന്നും അറിയില്ലായിരുന്നു. അച്ഛൻ പണ്ട് ബോംബെയിലായിരുന്നു. ആ സമയത്ത് നമ്മൾ വെക്കേഷൻ്റെ സമയത്ത് ഞങ്ങൾ ബോംബെയിലോട്ട് കൊണ്ടുപോകായിരുന്നു. അപ്പോൾ ഈ ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നൂഡിൽസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഫോർക്കൊക്കെ വെച്ച് കഴിക്കുമ്പോൾ എനിക്കത് അറിയുന്നില്ല. അപ്പം കഴിക്കാൻ ശ്രമിക്കുമ്പോൾ പകുതിയും പുറത്തേക്ക് വരിക, ഒരു വല്ലാത്ത ജാള്യതയായിരുന്നു. അതുകൊണ്ട് അന്ന് എനിക്ക് നൂഡിൽസിനോട് അതായത് വീട്ടിലൊക്കെ നമ്മൾ പാഴ്സലൊക്കെ വാങ്ങിച്ചു വന്നാൽ ഞാൻ കഴിക്കും, അല്ലാതെ പുറത്ത് പോയി കഴിഞ്ഞാൽ കഴിക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ നൂഡിൽസിനോട് ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക ഒരു സമരം പ്രഖ്യാപിച്ച ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ നൂഡിൽസിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും സത്യം പറയുകയാണെങ്കിൽ. അതൊക്കെ അന്തകാലം അല്ലേ. നമ്മുടെ നൂഡിൽസിൽ എന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് നൂഡിൽസ് ഒന്ന് എടുക്കുക. തനിയെ കിടക്കുന്ന ഉണിക്കുമ്പോൾ കണ്ട മുറിഞ്ഞു വരുന്നുണ്ട്, അതേസമയം ഒട്ടി പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് മതി കേട്ടോ. അപ്പോൾ ഇതെനിക്കൊരു 6 മിനിറ്റ് എടുത്തിട്ടുണ്ട് വെന്ത് കിട്ടാൻ. അപ്പോൾ ഓരോ നൂഡിൽസിന്റെ ബാക്കിലും ഉള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ പക്ഷെ ഒരിക്കലും ഓവറായിട്ട് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. ഇത് കറക്റ്റ് പരിവാണ്. നമുക്കിത് ഒരു സ്ട്രെയിനറിലോട്ട് ഒഴിച്ചതിന് ശേഷം അതിന്റെ മേലെ കൂടെ പച്ചവെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം. സ്ട്രെയിനർ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മുടെ നൂഡിൽസ് വേവിച്ച നൂഡിൽസ് ഒഴിച്ചു കൊടുക്കാം. അതിന്റെ മുകളിൽ കൂടെ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇതിന്റെ ചൂട് പോകണം. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പച്ചവെള്ളത്തിന്റെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. പക്ഷെ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം നമ്മൾ ഇങ്ങനെ എണ്ണയിലിട്ട് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ പച്ചവെള്ളത്തിന്റെ ടേസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. സ്റ്റാർച്ച് പോകാൻ വേണ്ടിയിട്ടുണ്ടോ നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇത് നമ്മൾ അതിൽ വഴറ്റി വരുമ്പോഴേക്കും ആ ഒട്ടി പിടിച്ച് ഇരിക്കും. അപ്പോൾ ഇത് മതി. ഇനി നമുക്ക് നന്നായിട്ട് വെള്ളം കളയണം. എന്നിട്ട് നന്നായി വെള്ളം പോയതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് വെക്കുക. വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് എള്ളെണ്ണ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. എള്ളെണ്ണ ഇല്ലെങ്കിൽ സാധാരണ ഓയിലായാലും മതി, പക്ഷെ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാൻ പാടില്ല. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക. പിന്നെ ഒരിക്കലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കില്ല എണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ. 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ എള്ളെണ്ണയാണ് ഇപ്പോൾ ഞാൻ എനിക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ചൈനീസിൻ്റെ ഞാൻ പറഞ്ഞല്ലോ എള്ളെണ്ണയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ നാടൻ എള്ളെണ്ണയാണ്. പക്ഷേ സൂപ്പർ മാർക്കറ്റിൽ ചൈനീസ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ചൈനയിൽ നിന്നൊക്കെ വരുന്ന എള്ളെണ്ണ കാണാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് എന്തോ ഭയങ്കര കുത്ത് പോലെ ഫീൽ ചെയ്തത്. അതുകൊണ്ട് ഞാൻ നമ്മുടെ സാധാരണ നാടൻ എള്ളെണ്ണയാണ് ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചൈനീസ് എള്ളെണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ആയിട്ടുണ്ട്, ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു വോക്ക് വെക്കുക. ഇപ്പോൾ വിസ്താരമുള്ളൊരു പാത്രമായിരിക്കും, ഒരു കടായി ആയിരിക്കും ഏറ്റവും നല്ലത്. ചൈനീസ് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അവർ ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുക. അതായത് നൂഡിൽസ് ആണെങ്കിലും ഫ്രൈഡ് റൈസ് ആണെങ്കിലും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എള്ളെണ്ണ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതോ ഓയിലോ ഒഴിച്ചു കൊടുത്താലും മതി, വെളിച്ചെണ്ണ മാത്രം പാടില്ല. അപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂണോളം എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ചൂടാവട്ടെ. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സവാള, ബീൻസ്, ക്യാരറ്റ്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ്. നമ്മൾ ആ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, അത് മറക്കരുത്. ഈ അല്പം ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ സോയാ സോസൊക്കെ ഒഴിക്കേണ്ടതാണ്, എന്നാലും വളരെ കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. സാധാരണ എൻ്റെ എല്ലാ വീഡിയോയിലും മീഡിയം ഫ്ലെയിം എന്നാണ് പറയാറ്. പക്ഷേ ഈ സംഭവത്തിന് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണം. അപ്പോഴാണ് ആ ഫ്ലേവറും ആ ടേസ്റ്റൊക്കെ കൂടുതൽ വരിക. പിന്നെ വെജിറ്റബിൾസ് ഒന്നും ഓവറായിട്ട് കുക്ക് ആവാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് കടിക്കണം. അതാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെയും നൂഡിൽസിൻ്റെയൊക്കെ റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹാഫ് ഡൺ ആവുന്ന സമയത്ത് നമുക്കിതിലോട്ട് ബാക്കിയുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം. നമ്മുടെ നൂഡിൽസ് കളർഫുള്ളായിരിക്കണം, അപ്പോഴാണ് ഒരു അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ അല്ലേ. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ്, 2 തരത്തിലുള്ള കാപ്സിക്കം ഇട്ട് കൊടുക്കാം.
എല്ലാതും അടുത്ത് തന്നെ വെക്കണം. കാരണം ഇത് ഹൈ ഫ്ലെയിം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ, വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. എല്ലാ വെജിറ്റബിൾസും നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഉള്ളത് വെച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. പിന്നെ ഈ സമയത്ത് വേണം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന, നോൺ വെജ് ആണെങ്കിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനോ ബീഫോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. അതിൽ ഉപ്പ് എങ്ങനെയുണ്ടെന്ന് അറിയണം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ചെറിയ ഉപ്പുള്ളൂ, അധികം ഉപ്പൊന്നുമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ അതിനനുസരിച്ച് വേണം സോയ സോസിൻ്റെ ഉപ്പിൻ്റെ അളവ് ഡിസൈഡ് ചെയ്യാം. 2-3 മിനിറ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. 2 കയ്യിലെടുത്തോളൂ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മിക്സ് ചെയ്യാം. ഹോട്ടലിലൊക്കെ പിന്നെ ഇത് മുകളിലേക്ക് ഇട്ടിട്ടാണ് ചെയ്യാറ്. അതൊക്കെ ഇപ്പോൾ ഇവിടെ നമ്മൾ വീട്ടമ്മമാർ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുക്കള മുഴുവനും നൂഡിൽസ് കൊണ്ടെന്ന് അറിയും. അതുകൊണ്ട് ആ റിസ്ക് എടുക്കണ്ട, പറ്റുകയാണെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പ്, സോയാ സോസ്, ബാക്കി സോസുകൾ കേട്ടോ. ഞാനിതിലേക്ക് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് നോക്കട്ടെ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സോയാ സോസിൻ്റെ അളവ് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് താല്പര്യം അനുസരിച്ച് മാറ്റം വരുത്തുക. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് ഉപ്പാണ്. ഉപ്പ് പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് അല്പം ചില്ലി സോസ്. ചില്ലി സോസ് നിർബന്ധമൊന്നുമില്ല, കുട്ടികളാണെങ്കിൽ ചില്ലി സോസ് ഒഴിക്കണമെന്നൊന്നുമില്ല. ഒരു 1/2 ടീസ്പൂൺ ചില്ലി സോസ്, പച്ച ചില്ലി സോസാണ്. ഗ്രീൻ ചില്ലി സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചിലപ്പോൾ പച്ചമുളക് ഇടും ചില്ലി സോസ് ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് പച്ചമുളക് ആദ്യം വഴറ്റുമ്പോൾ ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ടാലും മതി, വേണമെന്നുണ്ടെങ്കിൽ. നിർബന്ധമൊന്നുമില്ല, എരിവ് വേണമെന്ന് ഒരു നിർബന്ധമില്ല അതിൽ. പക്ഷെ എനിക്കിഷ്ടമാണത്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അല്പം ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. അത് ബ്ലാക്ക് ആയാലും വൈറ്റ് ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ വൈറ്റ് ഇല്ല, ബ്ലാക്ക് മാത്രമുള്ളത് കൊണ്ട് ബ്ലാക്കാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്യാം. കുരുമുളക് പൊടി ചേർത്തപ്പോഴാണ് കേട്ടോ അടിപൊളി, വേറൊരു ലെവലായി നമ്മുടെ സ്മെല്ല്. ഇപ്പം നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് എപ്പോഴും ഓർക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം, കാരണം എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ എത്തണം ടേസ്റ്റ്. ഞാനൊന്ന് എന്താ ഓഫ് എടുത്തിട്ടൊന്ന് ആക്കാൻ പോവാണ് കേട്ടോ. അപ്പോഴാണ് എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്നറിയാമോ? കുറച്ച് വിനീഗർ, അല്പം മതി, ഒരുപാട് ആവണ്ട. ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ആ പച്ചവെള്ളത്തിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പോകണം കേട്ടോ. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോവുള്ളൂ, അല്ലെങ്കിൽ ഒരു പച്ചച്ചോവ നമ്മുടെ നൂഡിൽസിൽ ഉണ്ടാവും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. അപ്പോൾ ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എനിക്കിത് പെർഫെക്റ്റ് ആണ് കേട്ടോ. അത്യാവശ്യത്തിന് എരിവുണ്ട്. അപ്പോൾ നമ്മുടെ കുരുമുളക് പൊടി ആഡ് ചെയ്യുമ്പോൾ സൂക്ഷിച്ചോളൂ. എനിക്ക് ഇത്ര എരിവ് വേണം, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുരുമുളക് പൊടി നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. എല്ലാന്ന് വെച്ചാൽ വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ചില്ലി സോസ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. അത് കുട്ടികൾക്കാണെങ്കിൽ ചില്ലി സോസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അല്പം പെപ്പർ പൗഡർ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല മണമുണ്ട് ഇവിടെ. അപ്പം അവസാനം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനുക്ക് പണി എന്താണ് ചെയ്യേണ്ടത്? നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻസ് ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ടപ്പോഴാണ് അത് ഗെറ്റപ്പായതല്ലേ. പിന്നെ അവസാനം അല്പം കൂടെ ഞാൻ എള്ളെണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. ഇനി ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ ഹക്ക നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു. ഹായ്, എൻ്റെ പേര് സനം. ഞാൻ തൃശ്ശൂരാരിയാണ്. പക്ഷെ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ മസ്കറ്റിലാണുള്ളത്. ഞാൻ കറിവേൾഡിൻ്റെ 100 ഡേയ്സിൻ്റെ ചാലഞ്ചാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു 70 ഡേയ്സിൽ എല്ലാ ഡിഷസും ചെയ്ത് തീർക്കാൻ എനിക്ക് പറ്റി. ചാലഞ്ച് ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. വീണേച്ചിയുടെ വീഡിയോസിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയത്, ചേച്ചി എല്ലാം നമ്മൾ അടുത്ത് വന്നിരുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന പോലെയാണ്. കറിവേൾഡിൻ്റെ ഓരോ വീഡിയോസ് കഴിയുമ്പോഴും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാറുണ്ട്. കറിവേൾഡ് ഇനിയും ഉയരങ്ങൾ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്.